ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അനുഗ്രഹിച്ചതിന്. എൻ്റെ പേര് സുബി രാജ്. ഞാൻ അടൂർ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ് റിജു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 31 ഒക്ടോബർ 2023 അതിലൊരു നിയോഗമായിരുന്നു. ഞങ്ങളുടെ പുതിയൊരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൺസ്യൂമർ കോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഹസ്ബൻഡ് പറയും. 2023 എൻ്റെ ഒരു കൺസ്യൂമർ കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പുതിയ വാഹനം എടുത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഡാമേജ് വെഹിക്കിളായിരുന്നു എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള കോൺവെർസേഷൻ നടന്നതിന് ശേഷവും എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വാഹനം മാറ്റി വരികയോ അല്ലെങ്കിൽ കൊടുത്ത എമൗണ്ട് തിരിച്ചു തരികയോ ചെയ്തിട്ടുണ്ട്. 2,25,000 രൂപ ഉണ്ടായിരുന്നു. ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കേസ് പിന്നെ ഡിസ്ട്രിക്ട് കേസിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, കോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 4-5 മാസത്തോളം ഒരു നീക്കുപോക്കും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പലയിടത്തും തിരക്കാൻ പറഞ്ഞത് വർഷങ്ങളെടുക്കും, കേസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമ്മളതിൻ്റെ. അപ്പോൾ എല്ലാ മാസവും ഇതുപോലെ കേസ് വിളിക്കുമ്പോൾ പോകുന്നു. അതുപോലെ ഈ എതിർഭാഗം എനിക്ക് വക്കീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഡ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ വാദിച്ചതും എല്ലാം. അപ്പം എതിർഭാഗത്തെ വക്കീൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നു, വാദങ്ങളൊന്നും ശരിയായി പോകുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് കാലഘട്ടം എടുക്കും എന്നുള്ള കാര്യം എൻ്റെ ജോലിയിൽ നിന്ന് ഞാനിങ്ങനെ ലീവ് എടുത്തിട്ട് ഇതുപോലെ കേസിൻ്റെ പുറകെ നടക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതിൽ ആക്ച്വലി 2 മെമ്പേഴ്സും ഒരു പ്രസിഡൻറ്റുമാണ് ഉള്ളത്. ഞാൻ പോകുമ്പോഴെല്ലാം ഒരു പ്രസിഡൻറ്റും ഒരു മെമ്പറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഈ ഉപ്പും തൈലവുമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അതുമായിട്ടാണ് കേസിന് പിന്നീട് ഒരിക്കൽ പോയത്. ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം, ചിന്തിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം 2 മെമ്പർ ഉണ്ടായിരുന്നു, ഒരു അതുപോലെ പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. അഡീഷണൽ ഉണ്ടായിരുന്ന മെമ്പർ അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു. അതുവരെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നിനും ഒരു നീക്കുപോക്കം ഉണ്ടാകാതെ പോയിരുന്ന കാര്യം അന്ന് ജസ്റ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തു. എനിക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ അവിടെ ഉണ്ടായി. അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ പല രീതിയിലുള്ള സംസാരങ്ങളുണ്ടായി. അതിനുശേഷം അടുത്തൊരു ദിവസത്തിലേക്ക് അത് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച തീയതിയിൽ ചെന്നപ്പോഴും എൻ്റെ വാഹനവും എൻ്റെ ഫുൾ എമൗണ്ട് റീഫണ്ട് തരാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിധി. അത് അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോടതി വിധി മുന്നോട്ട് തന്നെ പോയി. ജനുവരി 2024 3-ാം തീയതി എനിക്ക് വിധി വന്നു. ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യണം, അതുപോലെ കോമ്പൻസേഷൻ എമൗണ്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിക്ട് കോർട്ടിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എതിർഭാഗം വക്കീൽ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ അത് അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വിധി എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഞാൻ അതിന് പുറകെ വീണ്ടും പോയി. അപ്പം മെയ്യിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മെയ്യിലെ കേസ് വീണ്ടും ഒക്ടോബറിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസ് പിന്നെ 2025 ജനുവരിയിലേക്ക് വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിൽ പോയപ്പം അന്വേഷിച്ചു കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിന് ഇവരോട് താമസം എടുക്കുമോ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി. അവിടെ അഡ്മിനിൽ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആരാണ് നിങ്ങളുടെ വക്കീലെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് വക്കീലൊന്നുമില്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ എതിർഭാഗത്ത് ആരെന്ന് നോക്കിയപ്പം അവിടെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു വക്കീലായിരുന്നു. അപ്പോൾ ആ വക്കീലിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അഡ്മിനിലുണ്ടായിരുന്ന മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, റിജു ഇത് തന്നെ കൊണ്ട് കൂടുന്ന കാര്യമല്ല, കാരണം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വക്കീലാണ്. ഇദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നിൽക്കാൻ ജൂനിയർ വക്കീലന്മാർക്ക് പോലും മടിയാണ്, കാരണം അത്രയും സീരിയസ് ആയിട്ട് കേസ് ഹാൻഡിൽ ചെയ്യുന്നൊരു വക്കീലാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ആകെയുള്ള കോൺഫിഡൻറ്റ് പോയി. എന്ത് ചെയ്യാനറിയില്ല, കേസോ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടുള്ളാത്തൊരു കാര്യമാണ്. ഇതിന് ഒരുപാട് വർഷം നീണ്ടുപോകുന്ന കേസാണ്. ഏതെങ്കിലും ഒരു സീനിയർ വക്കീലിനെ തന്നെ വെച്ച് ഈ കേസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് എൻ്റെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് 1-2 വക്കീലോട് സംസാരിച്ചു. നല്ല രീതിയിലുള്ള ചാർജസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സിറ്റിങ്ങിനനുസരിച്ച് ചാർജ് വരും എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓൾറെഡി എനിക്ക് കുറേ നഷ്ടങ്ങൾ വന്നു, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും. ഞാൻ ആകെ ജനുവരിയിൽ ഈ കേസ് വെച്ച സമയത്ത് ഞാൻ ഹിയറിങ്ങിന് ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉപ്പും തൈലും ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, അതുപോലെ സാക്ഷികളും കേട്ടുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ ആകെ ഒരു മെറിട്ടെന്ന് പറയുന്നത് ഈ പറയുന്ന തൈലം അതുപോലെ ഉപ്പുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രം. ഞാൻ ആ കോർട്ടിലേക്ക് ചെന്നു, അവിടെ ഇരുന്നു, എല്ലാവരും വന്നു. കേസുകൾ ഓരോന്നോരോന്നായി വിളിച്ചു പോകുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പം ശ്രദ്ധിച്ചു, ഒരു വക്കീൽ വരുന്നു, അതുപോലെ 2 വക്കീൽ ഒരുമിച്ച് വരുന്നു. അപ്പം ഇവരെ കണ്ടപ്പോൾ തന്നെ അവിടെ വക്കീലന്മാരെ ഒരല്പം സ്പേസ് കൊടുക്കുന്നു, റെസ്പെക്റ്റ് കാണിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നോർമലി ഇത്രയും പേര് വന്നിട്ട് പോലും ഈ ഒരു ബിഹേവിയർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൾ കുറച്ചുകൂടെ സീനിയറാണ്, ഇങ്ങനെയാണ്, എനിക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ പേര് കേസിലേക്ക് വിളിച്ചു. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉണ്ട്, ഉപ്പുമുണ്ട്.
എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരണം, എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്, കാരണം ഈ കേസ് എത്ര നാൾ പോകുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണം. കാരണം എൻ്റെ ഇത് കേസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീണ്ടു പോകും, പൈസ കിട്ടാൻ താമസിക്കും, അതുപോലെ ഇതിൻ്റെ പുറമോട്ടുള്ള ബുദ്ധിമുട്ട്, ട്രാവൽ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ദൈവമാതാവ് ഇത് എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർപ്പാക്കി തരണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത്ഭുതം എന്ന് പറയാം, ഞാൻ എൻ്റെ കേസ് വിളിച്ചു അവിടെ ചെന്ന് നിന്നു. എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറുകൾ മുഴുവൻ അങ്ങ് താഴെ പോയി. ഉള്ള കോൺഫിഡൻസ് മൊത്തത്തിൽ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആ പേപ്പർ വാരിക്കൂട്ടി ഞാൻ ജഡ്ജിലേക്ക് നോക്കി. അപ്പോൾ തന്നെ എതിർഭാഗം വക്കീലുണ്ടായിരുന്നത് സംസാരിച്ച് ഓൾമോസ്റ്റ് അവരുടെ കൺവീൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച ദൈവം എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കില്ലെന്നായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു മെമ്പർ എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ കിട്ടിയതുപോലെ തന്നെ ആ മെമ്പർ എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. 3 പേരും ആ ഒരേ തീരുമാനത്തിലേക്ക് എത്തി, ഈ കേസ് ഒറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക്. ആ കാര്യം കേട്ടപ്പോൾ തന്നെ മറ്റേ വക്കീൽ അത് ഫേവറബിൾ അല്ല, നല്ലതല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വീണ്ടും അതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ ജഡ്ജ് പറഞ്ഞു, ഈ കേസിന് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വിത്ത് കോമ്പൻസേഷൻ അഡീഷണൽ ഞാൻ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് നിവൃത്തികേട് കൊണ്ട് കേസ് ഡിസ്മിസ് ചെയ്യാമെന്നും 20,000 രൂപ എനിക്ക് അഡീഷണൽ കോമ്പൻസേഷൻ, നോർമലി എനിക്ക് ഉണ്ടായിരുന്ന 2,25,000 പ്ലസ് 10% per annum ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അതിനൊപ്പം അഡീഷണലി സ്റ്റേറ്റിലേക്ക് വന്നതിനോട് 20,000 കൂടി അഡീഷണൽ ഇടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിച്ചൊരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് സംസാരിച്ചു. ദൈവിക കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഫർട്ട് ഇടാൻ പാടില്ല. നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം മാത്രമായിരുന്നു. അത് പലതവണ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ജഡ്ജിലേക്ക് നോക്കിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് മാതാവ് അവിടെ ഉണ്ടെന്നൊരു ഫീൽ എനിക്കവിടെ കിട്ടി. മാതാവിനെ ജഡ്ജിമാരുടെ പുറകിലായിട്ട് ആ ഒരു ഭിത്തിയിൽ എനിക്ക് അവിടെ ആ ഒരു ഏരിയയിൽ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ആകെ ഉണ്ടായിരുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ. ഈ വിധി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആകെ ഒരു ധൈര്യം എനിക്കത് മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അവിടെ സംസാരിപ്പിച്ചതും ആ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഡിസ്മിസ് ആക്കിയതും എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം വർഷങ്ങൾ നീണ്ടു പോകുന്ന അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞ കേസാണ് ഒറ്റ ദിവസം കൊണ്ട് ആ ഡിസ്മിസ് ആക്കി എൻ്റെ ആ ഒരു എനിക്ക് ആ ഫുൾ എമൗണ്ടും കോമ്പൻസേഷനും ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇടയ്ക്ക് വെച്ച് ഞാൻ ഇൻട്രാപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20,000 എനിക്ക് അഡീഷണൽ കോസ്റ്റ് അവിടെ പറഞ്ഞ സമയത്ത്, അതിനുശേഷം ഈ വക്കീലിനോട് കുറേ സംസാരിച്ച് അവർ പറഞ്ഞു എൻ്റെ ഇൻട്രസ്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ചാർജസ് എല്ലാം ഒഴിവാക്കി കൊടുക്കണം. അങ്ങനെ ഒരു നെഗോസിയേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേണ്ടി മാതാവ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ കൺവിൻസ് ചെയ്തൊരു 15 രൂപയിലേക്ക് അഡീഷണൽ കോമ്പൻസേഷൻ പറഞ്ഞു. പിന്നീട് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഞാൻ ഒരു അബദ്ധം കാണിച്ചു. ഞാൻ സംസാരിച്ചു, എനിക്കിതുപോലെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അധികം കുറയ്ക്കല്ലേ എന്നൊരു രീതിയിൽ ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ ബേസിസിൽ അത് വീണ്ടും എമൗണ്ട് കുറഞ്ഞു. അതായത് അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ 15 എന്നുള്ളത് 10 ആയി. പിന്നെ ഞാൻ എന്തോ പറയാമെന്ന് പിന്നെ അത് 7.5 ആക്കും എന്നൊക്കെ പറഞ്ഞാൽ മിണ്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാനത് സംസാരിക്കും തോറും ബുദ്ധിമുട്ടാവുള്ളൂ. കാരണം ദൈവം ഇടപെട്ട ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ഞാനത് വിട്ടു. അപ്പം അഡീഷണൽ വന്ന കോസ്റ്റ് അവിടെ എനിക്ക് 5,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ എൻ്റെ അതുവരെയുള്ള ഫുൾ 10% ഇൻട്രസ്റ്റ് കോസ്റ്റ് എല്ലാം ചേർത്ത് എനിക്ക് 2,25,000 രൂപ ചിലവായാലും 3 ലക്ഷം രൂപയോളം എനിക്ക് കോമ്പൻസേഷൻ ഉൾപ്പെടെ എനിക്ക് അവിടുന്ന് വിധി കിട്ടി. ഞാൻ അതുമായിട്ട് മടങ്ങി. ഞാൻ വളരെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇത്രയും മാസങ്ങൾ നടന്ന കേസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ വർഷങ്ങൾ പോകുമെന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് എനിക്ക് എൻ്റെ ഫുൾ എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് പറയാൻ അതിനുശേഷം ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആണ്. എനിക്ക് എന്ത് കാര്യത്തിനും അതിനുശേഷം എനിക്കൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ പോയി 3 തരത്തിൽ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പാസ്സാവുമെന്ന് എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചതാണ് ഇതിനടുത്ത് ജോലിക്ക് കയറണം എന്നുള്ള കാര്യത്തിൽ. ആദ്യത്തെ തരത്തിൽ പാസ്സായപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പിന്നെ എണ്ണയും ഉപ്പുമായിട്ടാണ് പോയത്. രണ്ടാമത്തെ തലത്തിലേക്ക് കുറച്ച് ടഫാണ്. അപ്പം അത് പാസ്സാവുന്നുള്ള എനിക്ക് ഗ്യാരണ്ടിയുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ ഞാൻ ഇതുപോലെ തന്നെ സാക്ഷ്യവും കണ്ടുകൊണ്ട് ഈ ഉടമ്പടി തൈലുമായിട്ടാണ് പോയത്. എന്നെ നല്ല കംഫോർട്ടാക്കിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചോദിച്ച കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാൻ പറ്റി. പിന്നെ 3rd സ്റ്റേജ് സ്റ്റേറ്റ് ലെവലിലുള്ളൊരു പിന്നെ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് എനിക്ക് പോകാൻ പറ്റി. അവിടെയും ഇതുപോലെ തന്നെ കുറേ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അകത്ത് പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കംഫോർട്ടായിക്കൊണ്ട് എനിക്ക് ആ ജോലി അത്ഭുതം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജോലിയിൽ കയറിയ സമയത്ത് പിന്നെയും ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ട്രെയിനിങ് കഴിഞ്ഞ് എനിക്കൊരു ലൊക്കേഷൻ തരുന്ന സമയത്ത് അവിടെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അത് എങ്ങനെയെങ്കിലും അപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്നിലൊരു കോൺഫിഡൻറ്റ് അവർ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. കൊണ്ടുവരുന്നൊരു വിശ്വാസമുണ്ട് ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നോട് അവർ വിശ്വാസം തന്നിട്ടുണ്ട്, എനിക്ക് അങ്ങയുടെ വിശ്വാസമുള്ളത്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് മാസം തന്നെ എനിക്ക് നവംബർ 24 തന്നെ ഞാൻ ചാർജ് എടുക്കുന്നത്. 6 ദിവസം കൊണ്ട് തന്നെ 3 times ബെറ്ററായിട്ട് പെർഫോമൻസ് എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിലേക്ക് എനിക്ക്
36th പൊസിഷനിൽ നിന്ന് എൻ്റെ ആ ഒരു ലൊക്കേഷൻ എനിക്ക് 9th പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വളരെ രീതിയിൽ ഹൈലൈറ്റ് ആവുകയും പിന്നെ അത് ഓരോരുത്തരും എന്നെ അപ്രിസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബുദ്ധിമുട്ടല്ല, തടസ്സങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് 30 വയസ്സുണ്ട്. ഇതിനിടയ്ക്ക് ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ദിവസവും രാത്രിയിലും അതുപോലെ രാവിലെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിൻ്റേതായ അനുഭവങ്ങളെന്ന് പറയുമ്പം എവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിടത്തും അധികം തടസ്സപ്പെടേണ്ടി വന്നിട്ടില്ല. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് പരിഹരിച്ച് അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു സാക്ഷ്യമോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അറിയില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാകുമെന്ന് പോയി ഞാൻ മുമ്പ് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോയോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ ഈശോയോടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം നമുക്ക് ദൈവം എന്തെങ്കിലും അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അനുഗ്രഹം പുറത്ത് പറയാതിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ കള്ളത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ഈ അനുഭവം എന്നെപ്പോലെ പല ആൾക്കാർ അനുഭവങ്ങളോട് പറയാറുണ്ട്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും അവർക്കും ഇതുപോലെ നല്ല അനുഭവം ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ ദൈവത്തെ വിശ്വസിക്കുകയും അതുപോലെ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാവും. എൻ്റെ ഒരു സാക്ഷ്യം കേട്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാനും കൃതാർത്ഥനാണ്. എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോയാണ് കൊണ്ടു കൊടുക്കുന്നത്. അത് ബസ് സ്റ്റാൻഡിലും അതുപോലെ ഓട്ടോ സ്റ്റാൻഡിലും പള്ളി പ്രദേശങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഓർഫനേജിൽ പോയി അവിടെയുള്ളവരെ കാണും, അതുപോലെ അവരോട് കുറച്ച് നേരം സംസാരിക്കുകയും പിന്നെ ഞങ്ങളെക്കൊണ്ടാകുന്ന വിധത്തിൽ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യും, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ തെരുവുകളിൽ കിടന്നുറങ്ങുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുകയും ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആത്മീയമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വളർച്ച എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയോ അതുപോലെ നേരത്തെ പള്ളിയിൽ പോവുക അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പള്ളിയിൽ മുടങ്ങാതെ പോവാറുണ്ട്. ഇത്രയും ചെയ്തു തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം 5-ാം തിരുവചനം: നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. സുബി, റിജു എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ഒരു വലിയ സങ്കടത്തിൽ നിന്ന്, ഒരു വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന്, ജയിലിൽ അടയ്ക്കപ്പെടേണ്ട ഒരു വലിയ സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി റിജു എന്ന സഹോദരൻ വളരെ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായി ദൈവം അവരുടെ ഭാഗത്തു നിന്ന് വാദിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താനാണ്. റിജു ഒരു റെപ്യൂട്ടഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് റിലേഷൻഷിപ്പ് മാനേജറാണ്. അത്രയും വലിയ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിക്ക് ഒരു കോർട്ട് കേസ് നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വക്കീലില്ലായിരുന്നു. എൻ്റെ ദൈവം തന്നെയാണ്, എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്ക് വേണ്ടി വാദിക്കാനുള്ളത് എന്ന് പറഞ്ഞുള്ള ഒരു വലിയ ഉത്തമമായ ഉത്തരവാദിത്വത്തോടും ഉത്തമമായ ധൈര്യത്തോടു കൂടിയാണ് അദ്ദേഹം കോർട്ടിലേക്കും പ്രതിക്കൂട്ടിലേക്കും കയറിയത്. ഒരുപാട് അലിഗേഷൻസ് അയാളുടെ പേരിൽ വന്നെങ്കിലും അതിലൊന്നും പതറാതെ അവസാനത്തെ മിനിറ്റിൽ പോലും വളരെ പ്രശസ്തനായൊരു വക്കീൽ വന്ന് ഒപ്പോണൻ്റ് പാർട്ടിക്ക് വേണ്ടി വാദിക്കുമ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ കൈവിട്ടു പോയി, പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ എനിക്ക് വേണ്ടി വാദിക്കുമെന്നുള്ള ഒരു വലിയ നിലപാടിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ സാധിച്ചു. ദൈവം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നാം ഏറ്റുപറയുന്ന ഉത്തരത്തിലാണ് ഈശോ നമുക്ക് മാർക്ക് തരുന്നതെന്ന് റിജുക്ക് മനസ്സിലായി. റിജു പറയുന്നുണ്ട്, നീ പത്രോസ് പറഞ്ഞതുപോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുന്ന ഓരോ നിമിഷവും നമ്മുടെ റാങ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് റിജുവിനും കുടുംബത്തിനും മനസ്സിലായി. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ പ്രാതൽ കഴിഞ്ഞപ്പോൾ
ഇവരെക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ശിമയോനെ എന്ന് ചോദിക്കുന്നുണ്ട് പത്രോസിനോട്. നമുക്ക് ഓരോ ഉത്തരത്തിലും നമുക്ക് പറയേണ്ടത്, ഉപകർത്താവേ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാമല്ലോ. അങ്ങനെ സ്നേഹത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന വിശ്വസ്തതയുടെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ രണ്ട് മക്കളും ഇവിടെ ഹസ്ബൻഡും വൈഫും ഇവിടെ ഏറ്റുപറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഡോക്യുമെൻ്റായി കൊണ്ടുപോകാനായിട്ട് ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ലഭിച്ച വിശുദ്ധ തൈലവും നേർച്ച വസ്തുക്കളും ഉപ്പും മാത്രമായിരുന്നു. ആ കാശുരൂപം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും ഒരു ജഡ്ജിൻ്റെ പുറകിൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് സാമീപ്യം നൽകി അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് ഒരു നല്ല ജോലിയിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ലഭിക്കുകയും അദ്ദേഹത്തിനെ വളരെ ദൈവം ഉയർത്തുകയും ചെയ്തു എന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ രത്നചുരുക്കം. ഇത് കൃത്യമായി നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ കൈവിട്ടു പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ തൻ്റെ ജീവിത ഭാരത്തെ ലഘൂകരിച്ച് ടൈം ഷോർട്ടനിങ്ങിൽ പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച ഒരു വലിയ സാക്ഷ്യത്തിനെ നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ജയിലിൽ കഴിയുന്ന കോർട്ട് കേസുകളിൽ ഒരുപാട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും സാക്ഷ്യത്തെ, അനുഭവങ്ങളെ, നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.